ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി മുട്ട മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മുട്ടകളൊന്ന് വേവിച്ചെടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം അടുപ്പിലോട്ടേക്ക് മാറ്റാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിള വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് മാറ്റി കൊടുക്കാം. ഏകദേശം ഒരു 10-12 മിനിറ്റ് കൊണ്ടൊക്കെ മുട്ട വെന്ത് കിട്ടും. 12 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് മുട്ടകൾ ഓരോന്നായിട്ട് തണുത്ത വെള്ളത്തിലോട്ടേക്കോ പച്ചവെള്ളത്തിലോട്ടേക്കോ മാറ്റി കൊടുക്കുക. മുട്ട നന്നായിട്ട് തണുത്തതിന് ശേഷം തൊലി കളഞ്ഞിട്ട് രണ്ടായിട്ട് മുറിച്ച് വെക്കാം. ചീനച്ചട്ടി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആകുമ്പോൾ ലോ ഫ്ലെയിമിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിള വരുമ്പോഴത്തേക്കും ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. കൂടാണ്ട് ചെറുതായിട്ടൊന്ന് കുറുകുകയും ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് കൂടുതൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തിളപ്പിക്കുമ്പോൾ പാല് പിരിയാനുള്ള സാധ്യതയുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുട്ടകളെല്ലാം ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ തന്നെ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. എന്തെങ്കിലും റെസിപ്പികൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. See you in the next video. Thank you for watching. Bye.